കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. LDF-ൽ തന്നെ തുടരാനാണ് തീരുമാനം. CKP പത്മനാഭൻ താൻ CPM വിട്ട് കോൺഗ്രസിൽ ചേരുമെന്നത് വ്യാജ വാർത്തയാണ്. അങ്ങനെ സതീശനും കോൺഗ്രസും പ്ലാൻ ചെയ്ത് പണിയതെല്ലാം അടപടലം പൊട്ടി പാളീസാകുന്ന കാഴ്ച. നിലവിലെ സെറ്റപ്പിൽ UDF-ന് ജയിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായപ്പോൾ സതീശനും സണ്ണി ജോസഫും ചാക്കുമെടുത്തിറങ്ങി. ഇനി ഈ ഓപ്പറേഷനുകളുടെയെല്ലാം കേന്ദ്രബിന്ദു എന്താണെന്ന് നോക്കാം. കോടികൾ മുടക്കി കോൺഗ്രസുകാർ സുനിൽ കനകോലു എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ വിലക്കെടുത്തിട്ടുണ്ട്. ദിനം പ്രതി എന്ന വണ്ണം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയെന്നതാണ് കനകോലുവിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രം. കോൺഗ്രസിന്റെ അച്ചാരം വാങ്ങി കനകോലുവിനായി പണിയെടുക്കുന്ന മാധ്യമങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇനി മാധ്യമങ്ങളൊന്നും നിങ്ങളെ അധികം കാണിക്കാത്ത രസകരമായ ഒരു കണക്ക് പറഞ്ഞു തരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം ലഭിച്ചിട്ടും LDF-ൽ നിന്നും ആളെ കൂട്ടാൻ UDF ശ്രമിക്കുന്നത് ഈ കണക്കുകളെ പേടിച്ചാണ്. 2021 കോൺഗ്രസിന് തനിച്ചു കിട്ടിയത് വെറും 21 സീറ്റുകളാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ CPM-ന് 62 സീറ്റുകൾ ഉണ്ടായിരുന്നു. LDF-ൽ CPI-ക്ക് 17 സീറ്റ്, കേരള കോൺഗ്രസ് M-ന് 5 സീറ്റ് എന്നിങ്ങനെയായിരുന്നു. UDF-ലാകട്ടെ മുസ്ലിം ലീഗിന് ലഭിച്ചത് 15 സീറ്റുകൾ. ഈ 15 സീറ്റുകളും ലീഗ് നിലനിർത്തിയാലും 2026-ൽ UDF-ന് അധികാരം ലഭിക്കണമെങ്കിൽ കോൺഗ്രസ് തനിച്ച് 50 സീറ്റെങ്കിലും മേടിക്കണം. അതായത് 2021-ൽ ലഭിച്ചതിനേക്കാൾ 29 സീറ്റുകൾ കോൺഗ്രസ് തനിച്ച് പിടിച്ചെടുക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ അതേ ട്രെൻഡ് ആവർത്തിച്ചാൽ പോലും കോൺഗ്രസിന് തനിച്ച് 50 സീറ്റുകൾ കിട്ടുമോ എന്ന സംശയം UDF-ലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് M-നെ UDF-ൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ മുൻകൈയെടുത്ത മുസ്ലിം ലീഗ് തന്നെ ഇപ്പോൾ കേരള കോൺഗ്രസിനെ എന്ത് വില കൊടുത്തും തിരിച്ചെത്തിക്കണമെന്ന് വാശി പിടിക്കുന്നത്. കണക്കുകളൊന്നും അത്ര സേഫ് അല്ലെന്ന് മനസ്സിലായ വിസ്മയ സതീശൻ മുന്നണിയിലേക്ക് ആളെ കൂട്ടാൻ ഓടി നടക്കുന്ന തിരക്കിലാണ്. അതിനുള്ള ഒറ്റ കാരണം പേടിയാണ്. രാഷ്ട്രീയ വനവാസത്തിന് ഇനി മാസങ്ങളല്ലേ ഉള്ളൂ എന്ന സതീശന്റെ അങ്കലാപ്പ്.